കൂന്തൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കൂന്തൽ ഫ്രൈ, മുട്ട വറുത്തത്, മുട്ട ചിക്കി എടുത്തത്, താറാമുട്ട. കരകാണാക്കടലിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കേണ്ട ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് ബോട്ടുകളും വല വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കടലിലേക്കാണ്. താഴേക്കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക്. ആഴക്കടലിൽ നിന്ന് നമ്മൾ ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ കാരണം മീനിൻ്റെ ലഭ്യത കുറവായതിൻ്റെ ഇതിലാണ്. താഴെ നമുക്ക് കുറച്ച് ചാളപ്പണി കിട്ടുന്നുണ്ടെന്ന് കുറച്ച് ബോട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതെ, ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ കൂടി തന്നെ ഒരു ബോട്ട് വല വലിച്ചുകൊണ്ട് പോകണേണ്ടി കാണുന്നത്. അപ്പം മീൻ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാട്ടോ. നമ്മുടെ അളിയൻ്റെ കൂന്തൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മീനായി കഴിഞ്ഞാൽ മടുക്കും. അതന്നെ, എല്ലാ ദിവസവും മീനായാൽ മടുക്കൂലേ. അതുകൊണ്ട് കൂന്തൽ ചെമ്മീൻ കിട്ടിയ ചെമ്മീൻ നമ്മളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കുക്കിംഗ് വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ താറാമുട്ട ചിക്കി വറുത്തതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിനകത്ത്. അപ്പോൾ കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. 2-3 തവണ കഴുകിയിട്ടാ. അതിനുശേഷം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കാട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരെ റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂന്തൽ, ചില സ്ഥലങ്ങളിൽ കൂന്തൾ, അങ്ങനെ പല പല പേരുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് കൂന്തൽ എന്നാണ്. കൂന്തൾ എന്ന് പറയണവരുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിനെ കണവാന്ന് പറയും, കൂന്തലിനെ കണവാന്ന് പറയും ഇവിടെ. അപ്പോൾ ഉപ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാട്ടാ. ഈ കറി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. വിൽസൺ അളിയനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. അളിയനാണ്ട് നമ്മുടെ കൂന്തൽ ഇന്ന് റെഡിയാക്കണത്. അപ്പോൾ അതിലേക്ക് നേരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു പച്ചമണം പോണ വരെ ഇളക്കുക. പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇടാട്ടോ. മുളക് പൊടി ഞങ്ങൾ എല്ലാവരും എരിവ് പ്രിയന്മാരാണ്. അതായത് എരിവ് കൂടുതൽ കൂട്ടുന്ന ആളുകളതിൻ്റെ പേരിൽ കുറച്ച് മുളക് പൊടി കൂടുതലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നോക്കാവുന്നേ ഉണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഏത് സിനിമയാണെന്ന് ഏകദേശം കത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോജു ചേട്ടൻ്റെ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയുണ്ട് കാണുന്നത്. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ സംഭവം കേട്ടോ. അതായത് നമ്മുടെ ഗ്രേവി തയ്യാറാക്കി എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചവെള്ളമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഉണ്ടാകും. എന്തിനാണ് ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിക്കണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിപ്പ് കിട്ടും ആ ഒരു കറിക്ക്, നല്ല ഗ്രേവിക്കൊക്കെ ആ ഒരു തിക്നെസ് കിട്ടും. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ പുഴുങ്ങി വെച്ചിരുന്ന നമ്മുടെ കൂന്തൽ അതിലേക്ക് തട്ടുക, ചന്നം ഭിന്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ഇട്ടാ. തീറ്റൽ കുറച്ച് ഇത് നോക്കിയാൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ വായിന്ന് വെള്ളം വരാത്തവർ കുറച്ച് ചുരുക്കം പേര് ഉണ്ടാവുള്ളൂ. തൊട്ടിപ്പുറം തന്നെ താറാമുട്ട ചിക്കിയതും ഇവിടെ റെഡിയാണ്ട. ചോറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാട്ടെ. ഈ ഒരു കടലെല്ലാം കണ്ടിങ്ങനെ സമാധാനപരമായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും മുട്ട വറുത്തതും കൂന്തലും എല്ലാം പാകത്തിൽ എത്തണ രീതിയിൽ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കണേണ്ട. ഇത് നോക്കി ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ എത്ര പേര് കൊതിയന്മാരുണ്ട്, അതായത് സീ ഫുഡ് ലവേഴ്സ്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറിയാണ് കൂന്തൽ ഫ്രൈ, മുട്ട വറുത്തത്, മുട്ട ചിക്കി എടുത്തത്, താറാമുട്ട. ടെസ്റ്റർ കുഞ്ഞച്ചൻ ചേട്ടൻ. ഡ്രൈവർ ചേട്ടൻ.
നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും പുതിയ പുതിയ കടലനുഭവങ്ങളായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ കാണാം. ടാറ്റാ.